സോ യോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും SSK പ്രോത്സാഹനം മറ്റൊരു കിടങ്ങാച്ച് വീഡിയോയിലൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കാർ ഡ്രൈവിംഗ് ഓൺലൈനാണ്. ഇത് നമ്മുടെ ബോയ്സ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ബോയ്സ്റ്റി ഉണ്ടാക്കിയ ആൾക്കാരുടെ തന്നെയാണ്, ഈ മലയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ് ഈ ഗെയിമും വന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ വണ്ടി എന്ന് വെച്ചാൽ ഇതാണ്. ഡീലർഷിപ്പിൽ പോയി കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ വണ്ടി. അത് നമ്മൾ ഗ്യാരേജിൽ നിന്ന് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു. കാശ് വേണം കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ആക്കിയെടുത്ത് ഗൈസ്. ഇത് സ്റ്റിക്കർ SSK ബോക്സാണ് അടിച്ചു കൊടുത്ത്. ബട്ട് അത് ഇവിടെ വന്നപ്പോൾ വേറെ എന്തോ ഒക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ ഗൈസ് ഈ വണ്ടി വെച്ചിട്ട് കളിച്ച് 50,000 ഇതിലുള്ള 50,000 ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ കാണാം. 50,000 ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ടയറൊക്കെ വൈഡൻ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ BMW എടുത്തു. ആ BMW ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു. ഈ ഒരു BMW ആയിരുന്നു എടുത്ത്. അത് നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാങ്ങാം, എത്ര വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. സോ ഇതിൽ ഈ BMW എടുത്തു. ആ BMW ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. സ്റ്റിക്കറും കളറൊക്കെ മാറ്റി, സ്റ്റിക്കറും സ്പോയിലറൊക്കെ ഇട്ടിട്ട് സസ്പെൻഷനൊക്കെ കുറച്ചെടുത്തു. നമുക്കിതിൽ ബാറ്ററി ലോ എന്നൊക്കെ സീനില്ല. സോ നമുക്കിതിൽ മെയിനായിട്ട് 4 വീൽ ഡ്രൈവ് ആക്കണമെന്നുണ്ട്, മീൻസ് ഓൾ വീൽ ഡ്രൈവ് ആക്കണമെന്നുണ്ട്. പക്ഷെ ഓൾ വീൽ ഡ്രൈവ് ആക്കാനായിട്ട് നമുക്ക് കാശ് വേണം. കൂടെ എനിക്കൊരു പുതിയ കാറും വാങ്ങണം. കാശിനായിട്ട് നമ്മളിതിൽ ഈ 3 കാണുന്ന മൂടയിൽ ഏതെങ്കിലും ചെയ്യണം. ഇതൊക്കെ ആദ്യം എളുപ്പമായിരിക്കും, ബട്ട് പിന്നെ വരുമ്പോൾ അത് പാടെ വരും. ബട്ട് നമ്മളിന്ന് റേസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മിനിമം നമ്മൾ ഒരു 2 സ്റ്റാറെങ്കിൽ 2 സ്റ്റാറെങ്കിലും എടുക്കാൻ നോക്കും. ലാസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. നമ്മളിത് ഈ ഗെയിം കുറേ കളിച്ചായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇച്ചിരി പാടുള്ള സാധനം. ഈ നിങ്ങൾക്ക് 32 ടൈമർ കാണാം, 32 സെക്കൻഡിൻ്റെ. അതിൻ്റെ ഉള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടും 2 സ്റ്റാർ കിട്ടും. പിന്നെ അവർ 2 സ്റ്റാറിനൊരു ടൈമുണ്ട്. ആ ടൈം ലിമിറ്റും പോയാൽ പിന്നെ കിട്ടത്തേ ഇല്ല, മീൻസ് കാശ് കിട്ടത്തില്ല. അടുത്ത ലെവലിലോട്ട് വേണമെങ്കിൽ പോവാം. 2 സ്റ്റാർ എടുക്കാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ബിക്കോസ് ഇനിയിപ്പം 32 സെക്കൻഡിൽ എത്തില്ല, ഓൾറെഡി കഴിഞ്ഞു 32. ഞാൻ അത്ര ഈ ഗെയിമിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. ഓക്കെ, അയ്യോ. പിന്നെ നമ്മുടെ ചാനൽ വരെ സബ് ചെയ്യുക. നമുക്ക് 1 സ്റ്റാർ പോലും കിട്ടൂല കേട്ടോ. ഇനി ശരി എന്നാ പെട്ട്. ഓക്കെ, സോ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്യുക. നമുക്ക് പിന്നെയും തുടങ്ങാം. നമുക്കിപ്പോൾ 23 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. റോഡ് ടു 25 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. എല്ലാവരും സബ് ചെയ്ത് പൊളിക്കുക. സോ പിന്നെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് വരുന്നതാണ്. എനിക്ക് ഫ്രീ ഫയർ അടിച്ച് മടുത്തോണ്ടാണ് ഞാൻ അതിപ്പോൾ കളിക്കാത്തത്. ഞാൻ വീഡിയോയിലല്ലാണ്ട് വെറുതെ പോലും കളിച്ചിട്ട് കുറേ നാളായി. അതൊക്കെ ഒന്ന് എടുത്തൊന്ന് വാമപ്പ് ചെയ്യണം, പയ്യെ ഇറങ്ങണം. സോ നമ്മൾ 2 സ്റ്റാർ എത്തിയിട്ടുണ്ട്. നമുക്കിത് കാശും കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ലെവലിലോട്ട് പോണേക്ക് മുന്നേ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് മൾട്ടിപ്ലെയർ കളിക്കാമെന്ന്. അല്ലെങ്കിൽ വേണ്ട, ഈ ലെവൽ വേണ്ട, മൾട്ടിപ്ലെയർ കളിക്കാം. ഇതിൽ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. എൻ്റെ പിന്നെ ഇതൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എത്ര പേര് എമ്പുരാൻ കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എമ്പുരാനിലിപ്പോൾ ഇച്ചിരി കോൺട്രവേഴ്സിയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്ത ഫ്രീ പ്ലേ, ജക്കാർത്ത ഫ്രീ പ്ലേയിൽ കയറാം. നമ്മുടെ ചാനലിൽ നിർത്തി പറഞ്ഞാൽ എല്ലാവരും സബ് ചെയ്ത് പൊളിക്കുക. പിന്നെ നമ്മുടെ സ്റ്റോറേജ് ഇഷ്യൂ ഇനി അത്ര വരില്ല. ബിക്കോസ് നമ്മുടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് സാധാരണ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് അല്ല, ഇത് വേറെ ഡിവൈസാണ്. സോ ഇതിൽ എത്ര പേരുണ്ടെന്ന് നമുക്കിങ്ങനെ നോക്കാം. ഞാനല്ലാണ്ട് 2 പേര്. നമ്മുടെ BMW ടൈപ്പ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലുക്കും സൈഡിലെടുത്ത് റബ്ബ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്.
കിട്ടാ അവനും നമ്മൾ റബ്ബ് ചെയ്ത് കാണിക്കും കേട്ടോ. യു ഗോട്ട് വാട്ടർ ഫ്രോം അച്ചു ചേട്ടന്. നമുക്ക് തൽക്കാലം ഷോ ഓഫ് നിർത്താം. അച്ചു ചേട്ടൻ്റെ അടുത്ത് റേസ് ചെയ്താലോ? പുള്ളിക്കാരൻ എവിടെ പോയടേ? നിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. മലയാളിയാണെന്ന് ചോദിക്കാം. അയ്യോ വയ്യാണല്ലോ തന്നെ. മലയാളി ലെറ്റ്സ് ഗോ. മലയാളീനെ കിട്ടി. ഓ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഉണ്ട്. സ്പോട്ട് മോഡ് ഓൺ ചെയ്ത് ഊമ്പി. പുള്ളിക്കാരന് ഊമ്പി. ഡോ അടുത്തെത്തിടെ. പക്ഷെ പുള്ളിക്കാരൻ തോപ്പിക്കില്ല. അടുത്തെൻ്റെ തൊട്ട് പുറകിലുണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഓടിക്കില്ലേ, ചത്തു. വിന്നറാരാ? പുള്ളിക്കാരൻ ജയിച്ച്. ഞാൻ ഇടിച്ചു പോയി. ഓക്കെ പുള്ളിക്കാരൻ പിന്നെ ഒരു റേസിന് ഞാൻ അറിയാണ്ട് ഇടിച്ച്. ഈ റേസ് നമ്മൾ ജയിക്കണം, ഇടിക്കരുത്. പുള്ളിക്കാരൻ പോണിട്ടാ. പുള്ളിക്കാരൻ വണ്ടി സീനാ. ചത്ത്. നമ്മളിനി അപ്ഗ്രേഡ് ചെയ്യാൻ കുറേ ഉണ്ട്. അച്ചുസേട്ടൻ ജയിച്ച് ഈ കളി. ഇനി നമുക്ക് അച്ചുസേട്ടൻ്റെ അടുത്ത് തിരിച്ചു പോവാം. അച്ചുസേട്ടൻ നിർത്ത്. ഇറങ്ങണമെന്ന് പുറത്ത്. കിടിലൻ സാധനം. അയ്യോ പുള്ളിക്കാരനെ വണ്ടി കിടില. നമ്മൾ വീഡിയോ ഇട്ട് കുറേ നാളായെന്നറിയാം. ആയാലും ഇതിൽ ഫ്രണ്ടൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമോ? FRD അയക്കാൻ പറ്റുമോ? എച്ചിന്നാ ഡേ
എത്രടയാ ഈ വണ്ടി എത്രടാന്ന് എനിക്കറിയണം പുള്ളിക്കാരൻ്റെ. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. 50 ഉള്ളിലാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇഗ്നോർ ചെയ്തു സത്യം പറഞ്ഞ. എൻജിൻ ട്യൂൺ ചെയ്തോ? അതായിരിക്കും അവൻ്റെ വണ്ടിക്ക് ഇത്ര സ്പീഡ്. എൻ്റെ എൻജിൻ ട്യൂൺ ചെയ്തിട്ടില്ല. തോന്നി അതാ ബ്രോയുടെ വണ്ടിക്ക് സ്പീഡ് ബ്രോയുടെ നമ്പർ ചോദിച്ചു നോക്കാട്ടോ. ഒരു വൈറ്റിൽ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓട്ടോഷോ നടക്കാൻ പോകുന്നു. അച്ചുസേട്ടൻ അവിടെ വാനിഷായി പോയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അച്ചുസേട്ടൻ്റെ എടുത്തിട്ട് പോവാം. അത് നല്ലത്. ഇവിടെ വെറുതെ ചെയ്യാൻ പോലീസ് നമ്മുടെ എതിരാളികളുടെ ഹോൺ അടിച്ച് കാര്യമില്ല. ശരി, പുള്ളിക്കാരുണ്ട് ഇപ്പോൾ. നിങ്ങൾക്കും ഇത് ചെയ്യാട്ടോ. എന്താ
നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം, കിഡിലും ഗെയിം, എൻ്റെ കൂടെയും കളിക്കാം. നിങ്ങൾക്കും എൻ്റെ കൂടെ കളിക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക, അതിൽ DM ചെയ്താൽ മതി നമുക്ക്. സോ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ കളിക്കുന്നതാണ്. നമ്മളെല്ലാം ഞാൻ വണ്ടി ഡാമേജ് ആക്കി. വണ്ടി വെറുതെ ഡാമേജ് ആക്കി. അച്ചുച്ചേട്ടൻ ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊരു വണ്ടി വരെ ഉണ്ട്. അയ്യോ, അച്ചുചേട്ടനല്ലേ ഈ മറ്റു ചേട്ടനാ. അച്ചുചേട്ടൻ അവിടെ പോയാവോ? വലിയ കാര്യത്തിൽ പോയി BMW വാങ്ങിച്ചതാ. വെറുതെ ആയിപ്പോൾ എഞ്ചിൻ ട്യൂൺ ചെയ്തെടുത്തില്ലെങ്കിൽ ഇതിന് പവർ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഡാമേജ് പോകും കേട്ടോ, അതൊരു കാര്യമുണ്ട്. ഡാമേജ് പോവും. പിന്നെ റിപ്പയർ ചെയ്യണമെങ്കിൽ ഇതിൽ കാശ് കൊടുത്തിട്ട് കാര്യമില്ല. എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റിപ്പയർ ചെയ്യണമെങ്കിൽ ഇതിൽ ആഡ് തന്നെ കാണണം. സ്പീഡുണ്ട് കേട്ടോ. ഡ്രാഗ് റേസിന് കൊള്ളില്ല എന്നുണ്ടെങ്കിലും സാധാ റേസിന് നല്ല വണ്ടിയാണ്. ഇതിന് എനിക്ക് തോന്നുന്നത് 6th ഗിയർ ഉണ്ടെന്ന് തോന്നണേ. ഫ്യൂല് കുറവാ. ഇടിച്ച് എൻ്റെ അയ്യോ ആണോ ചോദിച്ച്. അയ്യോ അച്ചുസേട്ടൻ പോയി. പിന്നെ നമുക്ക് അച്ചുസേട്ടനെ വിളിക്കാം. സോ നമ്മുടെ എത്ര വീഡിയോ നോക്കാൻ പറ്റണം. അയ്യോ 18 മിനിറ്റ്. സോ അച്ചുസേട്ടൻ്റെ അടുത്ത് സംസാരിച്ച സമയം പോയി കണ്ടില്ല. പിന്നെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റ എന്തായാലും ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക. ഇനി ഞാൻ ഈ കാർ കൊണ്ടുപോയിട്ട് ഒരു ആഡ് കണ്ടിട്ട് റിപ്പയറൊക്കെ ചെയ്ത് വരുമ്പോൾ അടുത്ത ദിവസവും. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലക്കിന് കിട്ടിയതാണ്. വില കുറവാണെങ്കിലും ഇതിന് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റൊക്കെ ഉണ്ട്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് സീ യു ലേറ്റർ ഗായ്സ്. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ, നേരത്തെ പറഞ്ഞില്ലേ. സോ ലെറ്റ്സ് ഗോ. ബൈ ബൈ. ഹൈ റെക്കോർഡിങ്. ബൈ ബൈ. These brothers my guys, know that we fly, know that they ride or die. I don't wanna move like that.